ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലൂബു വേൾഡ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കിടിലൻ കാലത്തെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റെസിപ്പി കൂടിയാട്ടത്. അപ്പോൾ ഇതൊരു കടായി പാനിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. സിമ്പിളാണ്, അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. വളരെ സോഫ്റ്റുമാണ്, അതുപോലെ സിമ്പിളുമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടി ഒരു കപ്പ് പച്ചരി ഒരു 3 മണിക്കൂറോളം ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഒരു 1/4 കപ്പ് വെള്ളത്തിലാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. വെള്ളം കൂടി പോകരുത് കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചെറിയൊരു പീസ് പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം മാത്രം കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് മാത്രം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 2 അച്ച് ശർക്കര ഞാൻ 1/4 കപ്പ് വെള്ളത്തിൽ മെൽറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അത് ചൂടോടുകൂടി നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് ഒരു 10 മിനിറ്റോളം നമുക്ക് ഇത് ഇളക്കിയെടുക്കണം കേട്ടോ. ആ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുമ്പോൾ കൈ വിടാതെ ഒരു 10 മിനിറ്റോളം ഇളക്കിയെടുക്കണം കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ പാൻ ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാറ്ററി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബാറ്ററി നമ്മുടെ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരപ്പാട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണ്ടതൊന്ന് ഒഴിച്ച് കൊടുക്കാൻ. അതിനുശേഷം നമുക്കൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ കലത്തപ്പഴം റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റിനുള്ളിൽ ഞങ്ങൾക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാറ്റർ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫുള്ളായിട്ട് ഫ്ലെയിം ഓണാക്കിയിട്ടിട്ട് തന്നെ ഒഴിച്ച് കഴിഞ്ഞ ശേഷം നമുക്കൊരു 5 മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ നമ്മളെ കലത്തപ്പം നല്ല ഉഷാറായി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ആരൊക്കെയില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മളെ കലത്തപ്പം നല്ല ആരൊക്കെ എടുത്ത് നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുകൊണ്ട് സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. അതിന് മുമ്പായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും, നമസ്കാരം.